വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് തഴുതാമയുടെ ഇല കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ തഴുതാമയുടെ ഇലയൊക്കെ ഇവിടെ ഒടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തഴുതാമയുടെ ഇലയുണ്ടല്ലോ, തറയിൽ പറ്റി വളരുന്ന ഒരു സസ്യമാണ്. അതുപോലെ തന്നെ ഇത് ആമവാദത്തിനൊക്കെ നല്ലൊരു ഔഷധവും കൂടിയാണ് ഈ തഴുതാമ. ഇത് രണ്ട് തരത്തിലുണ്ട്, വെള്ളയുണ്ട്, നീലയുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെള്ള തഴുതാമയാണ്. കണ്ടോ? ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് കളയണം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. മണ്ണൊന്നുമില്ല, എങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഇല ഇങ്ങനെ ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ തണ്ടും എല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യമായ സാധനമാണ്. പക്ഷേ ഞാനിപ്പോൾ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. ഇല എടുത്തിട്ട് നമ്മൾ ചീരയിലൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് അരിയത്തില്ല, അതുപോലെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഇതിന് ഒരുപാട് കട്ടിയൊന്നുമില്ല. കാണുമ്പോൾ ഇലയ്ക്ക് ഇത്തിരി കട്ടിയുള്ളതുപോലെ തോന്നും. ചീര തോരൻ വെച്ച് എങ്ങനെ കൂട്ടുന്നോ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ തഴുതാമയ്ക്കും. വേറെ രുചി വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ഇല എടുക്കുക. എടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുക. ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യവും നൈട്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, തഴുതാമയുടെ ഇലയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രതടസ്സമൊക്കെ മാറുമെന്നാണ് പറയുന്നത്. പിന്നെ കണ്ണിനൊക്കെ കാഴ്ചയ്ക്ക് കൂടാനുമൊക്കെ നല്ലതാണ് ഈ തഴുതാമയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നതുമൊക്കെ. ഇത് എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ചീര അരിയുന്നത് പോലെ തന്നെ അങ്ങ് അരിഞ്ഞാൽ മതി കേട്ടോ, അല്ലാതെ ഒരുപാട് കനം കൂട്ടിയൊന്നും അരിയണ്ട. അതുപോലെ തന്നെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഇനി ഞാൻ ഇവിടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച തഴുതാമ കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുത്തു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമ ഇലയ്ക്ക് ഇട്ട് കൊടുക്കാം. വാടിക്കഴിയുമ്പോൾ ഇച്ചിരിയേ കാണത്തുള്ളൂ കേട്ടോ. കാണുമ്പോൾ ഒരുപാടുണ്ട്, അരിഞ്ഞു വെച്ചേക്കുന്നത് കാണുമ്പോൾ വാടിക്കഴിഞ്ഞാൽ ഇത്തിരിയേ ഉള്ളൂ. ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇലക്കറികളിലൊക്കെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണേ. കാണുമ്പോൾ ഒരുപാടുണ്ട്, അപ്പോൾ നമ്മൾ ഉപ്പ് ഒരുപാട് വാരിയിടും. അത് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് താന്നു പോവും വെന്ത് കഴിയുമ്പോൾ. ഇനി നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. ഞാൻ കാന്താരിമുളക് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരണം. തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് അടച്ച് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഞാൻ ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. തഴുതാമയുടെ ഇലയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അരപ്പ് കൂടി ഇലയ്ക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം നമുക്ക് അത് വാങ്ങി വയ്ക്കാം. ഇളക്കിയിട്ടുണ്ട് ഉണ്ടോ. ഇനി ഞാൻ അതൊന്ന് വാങ്ങി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചീര തോരൻ്റെ അതേ ടേസ്റ്റാണ്, രുചി വ്യത്യാസം ഒന്നുമില്ല. കണ്ടോ. അപ്പോൾ തഴുതാമയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് തോരനൊക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.